പ്രിയമുള്ളവരെ, പത്തനാപുരത്ത് നിന്ന് അടൂരിലേക്ക് പോകുന്ന വഴിക്ക് യാത്രാമധ്യേ ഒരു കാഴ്ച. ഒരുപറ്റം ആളുകൾ ഒന്ന് ജീവിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവർ വിളിച്ചിട്ടുമല്ല ഇവിടെ വന്നത്. ഇവിടെ ഗാല ഐസ്ക്രീം എന്ന പേരിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ക്രീം ഫ്രൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് മാരൂർ ഇളമണ്ണൂർ എന്നാണ് മേൽവിലാസം കൊടുത്തിരിക്കുന്നത്. പുതുവൽ ജംഗ്ഷനോട് ചേർന്നാണ്. ഞാൻ ആ സ്ഥലം ലൊക്കേഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ വളരെ അത്യാവശ്യമായി അടൂരിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഈ ഐസ്ക്രീം ഫാക്ടറിക്ക് മുമ്പിൽ ഒരുപറ്റം ആളുകൾ കൂടിയിരിക്കുന്നു. അവർ പ്ലക്കാർഡുകൾ ഏന്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബാനറും രണ്ട് കുഞ്ഞു മക്കൾ ബാനർ പിടിച്ചിരിക്കുന്നു. അവരുടെ രക്ഷിതാക്കൾ ഈ പ്രദേശത്തെ ഒരു വിഭാഗം ഒരുപറ്റം ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് അവരോടൊന്ന് ചോദിക്കണം ഇതെന്താണ്. അതിന് മുമ്പ് ഈ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. പുതുവൽ ക്രീം ഫ്രൂട്ട്സ് ആൻഡ് ഗാല ഐസ്ക്രീം കമ്പനിക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പ്രദേശത്ത് ജലക്ഷാമത്തിനിടയാക്കുന്ന തരത്തിലുള്ള കമ്പനിയുടെ ജലചൂഷണം അവസാനിപ്പിക്കുക, ജനജീവിതം ദുസ്സഹമാകുന്ന മലിനീകരണം നിയന്ത്രിക്കുക, അവസാനിപ്പിക്കുക. കമ്പനിയുടെ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും അന്വേഷിക്കുക. ആക്ഷൻ കൗൺസിൽ പുതുവൽ. ശരി, നമുക്ക് പ്രദേശവാസികളായിട്ടുള്ള ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കാം. താങ്കളൊന്ന് വരൂ, എന്താണ് നിങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കാരണം? ഞങ്ങൾ ഈ ഫാക്ടറിയോട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ജനങ്ങളാണ്, സമീപവാസികളാണ്. അതായത് ഫാക്ടറിയോട് ഏറ്റവും അടുത്ത് തന്നെ കിടക്കുന്നവർ. അപ്പോൾ നമുക്ക് ഈ കമ്പനി ഒരു 10-20 വർഷത്തിൽ പുറത്തായിട്ട് അറിയാം. ഈ കമ്പനി തുടങ്ങുന്ന സമയത്ത് നമുക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ തന്നെ ഇപ്പോൾ ഒരു വിപുലീകരിച്ച നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് പല പ്രാവശ്യമായിട്ട് ചില വീട്ടുകാർക്ക് ഒരു മലിനീകരണമായിട്ട് സ്മെല്ലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മാനേജരോട് കയറി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനൊരു 2-3 ദിവസത്തെ പരിഹാരം ഉണ്ടായി. എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നിരന്തരമായിട്ട് നമുക്ക് ഇവിടുന്ന് വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഇത് മൊത്തം വയലുകളുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. വയലുകളുള്ള ഒരു ഗ്രാമപ്രദേശം. ഇതിൻ്റെ ബാക്ക് സൈഡും വയലാണ്. അപ്പം ഞങ്ങൾക്ക് നേരത്തെ ജലത്തിനധികം, അതായത് ഈ വേനൽ വരുമ്പോൾ തന്നെ അധികം ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് വേനൽ തുടങ്ങുമ്പോൾ തന്നെ വളരെയധികം ജലക്ഷാമമാണ് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജലക്ഷാമം ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ തോതിൽ, അതായത് നാനാ ഭാഗങ്ങളിലേക്ക് ഐസ്ക്രീമുകൾ കൊണ്ടുപോകുന്നതിന് വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഉൽപാദനം. തീർച്ചയായും കാര്യം വെച്ചാൽ അതിനുവേണ്ടി ഒരുപാട് വെള്ളം ഇവർക്ക് ഭൂഗർഭ ജലം ചൂഷണം ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതിന്റെ ബ്രാഞ്ചുകൾ കേരളത്തിലുടനീളമുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. പക്ഷെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇങ്ങനെയുള്ള 1-2 പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തേക്ക് ഡിസ്ട്രിബ്യൂഷനാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു ദിവസം ഇവിടുന്ന് വെളിയിൽ നിന്നാണ് വെള്ളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഏകദേശം ഒരു 3ഓളം കിണറുകളുണ്ട്. അതിൽ നിന്ന് കൂടാതെ വെളിയിൽ നിന്ന് 10,000-60,000 ലിറ്റർ ഡെയിലി വരുന്നുണ്ട് വെള്ളം. അപ്പോൾ കമ്പനിക്ക് അത്തരത്തിലേക്ക് ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കുഴൽക്കിണർ അടിക്കാനുള്ള പരിപാടികൾ, മറ്റു കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. വയലുകൾ നികത്തുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വയലുകൾ നികത്തുന്നുണ്ട്. അത് ചട്ടപരമായിട്ടാണോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ കമ്പനി പൂട്ടിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ സാധാരണ ഇതിന് ചുറ്റുപാടുള്ള ചില സാധാരണക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് കമ്പനി, അതെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ കമ്പനി പൂട്ടിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്താനോ അങ്ങനെ ഒരു ഉദ്ദേശമേ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. കമ്പനി വളരുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണം. എന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കത്തില്ല. ഇന്ന് ഇതിപ്പോൾ ചെയ്യുന്നത് ഞങ്ങളൊരു സൂചനാ സമരം എന്ന നിലയിൽ മാത്രമേ ഞങ്ങളിത് ചെയ്യുന്നുള്ളൂ. ഇതിനൊരു പരിഹാരം കമ്പനിയോ അല്ലെങ്കിൽ ഇതിൻ്റെ വേണ്ടപ്പെട്ടവർ നൽകിയില്ലെങ്കിൽ, അത് ശാശ്വതമായ ഒരു പരിഹാരം നൽകിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയും ഇതിൻ്റെ മറ്റ് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഞങ്ങൾ ഇതിനകത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്നവരുണ്ട്. ഇതിലെ രാഷ്ട്രീയ നേതാക്കന്മാരാരും തന്നെ ഇല്ല ഇതിനകത്തിൽ. ഞങ്ങൾ ആരെയും തന്നെ വിളിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്തിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജനങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ്
പലപ്പോഴായിട്ട് മീഡിയയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ കക്കൂസ് വേസ്റ്റിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ സാറിൻ്റെ തന്നെ വീഡിയോയിൽ ഒക്കെ വന്നിട്ടുണ്ട്. കക്കൂസ് വേസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന സാധനങ്ങളാണ്. അതുപോലെയാണ് അതിൻ്റെ മലിനീകരണം. കൊച്ചു കുട്ടികളടക്കം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ അടുത്ത് താമസിക്കുന്നതാണ്. ഇവിടുന്ന് ചില വൈകുന്നേര സമയങ്ങളിലെ ഈ പുകയുണ്ടല്ലോ, പുക നമുക്ക് ഞങ്ങളുടെ ബാക്ക് സൈഡിലെ പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിലൊക്കെ നിൽക്കുന്ന പോലെ പുക ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അന്തരീക്ഷത്തിൻ്റെ. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ വയൽ തന്നെ വീണ്ടും നികത്തുന്നുണ്ട്. ആ നികത്തുന്നത് അത് ഇവിടുത്തെ അധികൃതരുടെ അറിവോടുകൂടിയാണോ നമുക്കൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതിന് പ്രധാനമായിട്ടും നമുക്ക് ഇത് ആരോഗ്യ വകുപ്പും ഇതിന്റെ മലിനീകരണ നിയന്ത്രണ ബോർഡും ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആരോഗ്യ വകുപ്പിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതെ, രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് ഇവരാരെങ്കിലും പിരിവ് വല്ലതും തരാറുണ്ടോ? ഇല്ല. ഐസ്ക്രീം ഫാക്ടറിയുടെ മുതലാളിയോ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരോ നിങ്ങൾക്ക് പിരിവ് തരുമോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ പിരിവുകളൊന്നും അതിന്റെ ആവശ്യമില്ല. അല്ല, അങ്ങനെ പ്രവർത്തിക്കുന്നവരല്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇന്നലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും രാഷ്ട്രീയ നേതാക്കന്മാരാണെന്ന് പറയുമ്പോഴും ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഫണ്ട് കൊടുത്ത് അവരെ നയിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളാണ്. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല. എന്നിരുന്നാൽ തന്നെ ഇവരാരും, അതായത് നിന്ന് നീതി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഞങ്ങൾ പറഞ്ഞു വന്നത് പലപ്പോഴും അതായത് നമ്മൾ ഇവിടുത്തെ ചുമതലപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടുന്ന ഒരു പരിഹാരം കാണാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ സംശയിക്കുന്നു. അതായത് അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കമ്പനിയുടെ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും അന്വേഷിക്കാം. അവരെങ്ങനെ അന്വേഷിക്കുമെന്നായി പറയുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അവരെ വിളിച്ചു പറയും, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറയും, അല്ല നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ ഒരു നിയന്ത്രണ ബോർഡിന്റെ കീഴിൽ മാത്രമല്ലല്ലോ, അതിന് മുകളിലോട്ട് നമുക്ക് കോടതി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അതിനകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവർക്ക് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഇവർ നേടി തന്നാൽ മതി. ഞങ്ങൾക്കല്ലാതെ കമ്പനി പൂട്ടണമെന്നോ ഇവിടുത്തെ ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തണമെന്നോ യാതൊരു താല്പര്യമില്ല. നമുക്ക് വേണ്ടുന്നത് അത് ശാശ്വതമായ ഒരു പരിഹാരം. ഇവിടെ ജീവിക്കാനുള്ള അവകാശം നൽകുക. തീർച്ചയായും നമുക്ക് അവകാശമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റു പലയിടങ്ങളിലും നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതുപോലെ ജനസാന്ദ്രത കൂടിയ മേഖലകളിൽ ഇതുപോലെ കമ്പനി പ്രവർത്തിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവർ വയൽ പോലുള്ള സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കിത് തുടങ്ങിയ സമയത്ത് നിങ്ങൾ നോക്കി, ഇത്രയും വലിയ കമ്പനിയാണ്, ഇതിന്റെ ബോർഡ് വളരെ ചെറിയ ബോർഡാണ്. ഒന്ന് നോക്കിയാട്ട്, വളരെ ചെറിയ ബോർഡ്. എന്തുകൊണ്ട് അങ്ങനെ വളരെ ചെറിയ ബോർഡ് വരുന്നത്? അധികം ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ളവരോട് ചോദിച്ചു നോക്കി. ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, ഞാൻ മാത്രമല്ല ബാക്കിയുള്ളവരെല്ലാം ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൾക്കാർ തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ അധികം വിട്ടുമാറുന്നില്ല. എന്നും ചുമയും മറ്റ് ജലദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ നിരന്തരം ഭാരപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ ഇവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ. ചേച്ചി എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? അത് ഞങ്ങൾക്ക് ഇത് ഭയങ്കര നല്ല ശരിക്ക് വാടയുണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായ കാര്യങ്ങളാണ്. പിന്നെ ദണ്ട് ഈ വീട്ടിൽ ഒരു ഓടയുണ്ടായിരുന്നു, ഓടയല്ല വഴിയായിരുന്നു. അത് മേൽവശം അങ്ങ് അടച്ചു വരെ, അത് മേളില് അടച്ചിട്ടില്ലേ, എല്ലാം അടച്ചിട്ടുണ്ട്. അതെല്ലാം അടച്ച് ഞങ്ങൾക്കിപ്പം ഇങ്ങോട്ടൊന്ന് ഇറങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരു സമയം പോലും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അത് പല പ്രാവശ്യം ഈ കമ്പനി ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയാമെന്നല്ലാതെ പറഞ്ഞിട്ടില്ല. ആഹാരം കഴിക്കുമ്പോഴായിരിക്കും പുക. 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ആ കുഞ്ഞുങ്ങളെ രാത്രിയിലാണ് ഈ പുകയടിച്ച് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അത്രയ്ക്കും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങളിവിടെ കമ്പനി നിർത്തണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ കിണറ്റിലെ തൊള്ളി വെള്ളമില്ല, പറ്റാത്ത കിണർ പറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. അപ്പം അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണണം. ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് ഞങ്ങൾ കിണർ കുഴിച്ചതാണ്. പക്ഷെങ്കിൽ അതിനകത്തിൽ പറ്റാത്ത കിണറുമായിരുന്നു. ഇപ്പം ഇവർ കുഴൽക്കിണർ കുഴിച്ചത് നിമിത്തം നമുക്ക് ഇവിടെ വെള്ളമില്ല, കുടിവെള്ളമില്ല. ഈ നിൽക്കുന്ന 2 കുഞ്ഞുങ്ങൾ അവർ രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് പോകാനോ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്യാനോ ഒന്നും വെള്ളമില്ലാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ ഞങ്ങളുടെ ആ അയ്യത്താണ് വേസ്റ്റ് കൊണ്ടിരുന്നത്. ഇവരുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം അവിടെ താഴെ കണ്ടത്തിൽ അത് നികത്തുകയും അവിടുത്തെ പ്ലാസ്റ്റിക്കുകളെല്ലാം കൊണ്ടിടുകയും ആ വെള്ളത്തിനകത്ത് പുഴു അരിക്കുന്ന രീതിയിലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ 50 രൂപ കൊടുത്ത് കവർ ഞങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങൾ ചെയ്യുക. ഇവരെന്തുകൊണ്ട് ഈ കൂട്ടിയിട്ട് ഞങ്ങളെ ഈ ദ്രോഹിക്കുന്ന എന്തിനാണ്, ഈ പുകയ്ക്കുന്ന എന്തിനാണ്? ഇവർക്കും ഇത് പഞ്ചായത്തിൽ കൊടുക്കരുതോ?
ഇതിവരെന്ത് പഞ്ചായത്തിൽ കൊടുക്കാത്തെ? ആ പുറകെ കൂട്ടിയിട്ടേക്കുന്ന ഒന്ന് കാണണം. ആ പുറകെ കൂട്ടിയിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ചാണ് പുക കൊടുക്കുന്നത്. ആ പുക കൊടുക്കുമ്പോൾ അസുഖങ്ങൾ വരുക, ശ്വാസമുട്ടൽ വരുക, കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ ഓടുക. ഇതൊക്കെയാണ് ഇത് കാണിക്കുന്നത്, മൊത്തം ചെയ്യുന്നത്. മാസം മുതലുള്ള കുഞ്ഞുങ്ങൾ വരെ ഇവിടെ ഉണ്ട്. 5 മാസം മുതലുള്ള കുഞ്ഞുങ്ങളുണ്ട്, 3 മാസം പ്രായ കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ എന്തോ ചെയ്യും ഞങ്ങള്? രാത്രിയിലാണ് ഈ പുകയടിക്കുമ്പോൾ, ഈ വേസ്റ്റിന്റെ പുകയടിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓടുന്നത്. ഇതൊക്കെ ഞങ്ങൾ പഞ്ചായത്തിലാണ് കൊടുക്കുന്നതല്ല. ഐസ്ക്രീം കഴിക്കാൻ നല്ല മധുരമുണ്ട്, പക്ഷേ ഈ ഫാക്ടറിയുടെ പരിസരം നല്ല വൃത്തിയുള്ള ഒരു ഇതല്ല. ഈ ഓടയൊക്കെ ഈ വെള്ളം രാത്രിയിലാണ് 11-12 മണി നമ്മളെ തുറന്നു വിടുന്നത്. അതെല്ലാം ഈ വയലിൽ നിൽക്കുക. അപ്പോൾ ഒന്ന് കൊതുവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഇവിടെ സ്മെല്ല്. പല ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട്, റോഡേ പോകുന്നവർ പറയുന്നുണ്ട് ഈ കടക്കാരൊക്കെയാണ് വേസ്റ്റ്. ഈ കടക്കാരുടെ വേസ്റ്റ് ഒന്നും അല്ലത്, ഇത് ഈ കമ്പനിയിൽ നിന്ന് വരുന്ന വേസ്റ്റ്. ഇത് രാത്രി 10-25-25,000 ലിറ്റർ വെള്ളമാണ് ഈ ഓടേക്കടി ഇങ്ങനെ തുറന്നു വിടുന്നത്. അത് ഈ പുറവശത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അയൽവാസികളായതുകൊണ്ട് ഞങ്ങൾക്കറിയാം, അവിടെ എല്ലാം പുഴുവായിട്ട് ഈ ബെർലിന്റെ കനത്തിലുള്ള പുഴുവാണ് ആ പുറവശത്ത് മൊത്തം പിന്നെ കിടക്കുന്നത്. അതിപ്പം കഴിഞ്ഞ ദിവസം അത് മണ്ണിട്ട് നികത്തി. അപ്പോൾ കുറച്ചുകൂടെ പുറകെ വയലുണ്ട്, അതും അവർ നികത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം അവിടെ വെള്ളം അവിടെ നികത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറുകളിലൊന്നും ഇനിയും വെള്ളം കാണുകയില്ല. ഇപ്പം തന്നെ ഒരു അരയടി വെള്ളമേ ഉള്ളൂ ഇവിടെ കിണറുകളെല്ലാം. പിന്നെ കിണറായിരുന്നു, ഒരിക്കലും പറ്റാത്ത 2, 3, 4 വീട്ടുകാരെ എന്റെ വീട്ടിൽ വന്ന് കോരിക്കൊണ്ട് പോകുന്ന വെള്ളം. ഇപ്പൊ എന്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ല. എനിക്കിതിന് കാരണം അറിയണം, ഇതെന്തോ ഇങ്ങനെ വന്നേന്നുള്ളത്. ഈ ഫാക്ടറിയുടെ നേർക്ക് താഴെയാണ്. അപ്പൊ അവിടെ കുഴൽക്കിണർ കുഴിച്ചപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഒരു 1/4 ടാങ്ക് വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആഹാരം വെക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് ഞങ്ങൾക്ക്. വീടുകളിൽ ആവശ്യത്തിന് അല്ലെങ്കിൽ പാത്രങ്ങൾ യൂസ് ചെയ്യാനായാലും എല്ലാം കഴുകാനായാലും എല്ലാത്തിനും. ഇപ്പൊ തുണി അലക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ പോയി ഞങ്ങൾക്ക് തുണി അലക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങൾക്ക് വെള്ളമില്ല അവിടെ. എൻ്റെ കുഞ്ഞിന് 4 മാസം മാത്രമേ പ്രായമുള്ളൂ. 7 മാസത്തിൽ ജനിച്ച കുഞ്ഞാണ്. അന്നേ ദിവസം തൊട്ട് ഞങ്ങൾ പുകയുടെ ശല്യം കാരണം കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലാണ്. പല പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഡോക്ടർ പറയുന്നത് പുകയുടെ മാലിന്യം കാരണമാണ് കുഞ്ഞിനിങ്ങനെ നിരന്തരമായിട്ട് പനിയും ശ്വാസം മുട്ടലും അസുഖങ്ങളും വരുന്നത്. അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഈ കൊടും ചൂടലിലൊന്നും ഇവിടെ ഒന്നും കൊതുക് എന്ന ഒരു സാധനം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്ര കൊടും ചൂടാന്നേലും കൊതുക് കൊണ്ട് ശല്യം കൊണ്ട് നമുക്ക് വീട്ടിലൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല. പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് ഇത് വലിയ ശല്യമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇതൊന്നെടുത്തേ ഇത് കണ്ടോ, ഇതേപോലെയാണ് ഇതിന് ചുറ്റും, ഇതേപോലെയാണ് ഇവിടെ ചുറ്റും. നിർത്താൻ വേണ്ടിയൊന്നും അല്ല വന്നത്. പക്ഷെ ഇവർ ഈ പരിസരം വൃത്തിയാക്കാതെ അനാവശ്യമായ കാര്യങ്ങൾ എല്ലാം മാറ്റി വൃത്തിയാക്കിയാണ് ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് ചുമതലപ്പെട്ട ആൾക്കാർക്ക് ഇതിനോടകം തന്നെ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ അതിനകത്ത് സംശയിക്കുന്നത് ഇതിനകത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാനിവിടെ ഈ നാട്ടുകാർ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു, ഈ ചുറ്റുവട്ടം താമസിക്കുന്നവർ. ഞാനും സമീപവാസി തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിത് സോഷ്യൽ മീഡിയയിലൊക്കെ ആകുമ്പോൾ വലിയ വിമർശനം വരാൻ സാധ്യതയുള്ളത് എന്തെങ്കിലും ഒരു തൊഴിൽ, ഒരു സ്ഥാപനം തുടങ്ങാനിരിക്കുകയാണ് ആളുകൾ പ്രശ്നത്തിന് വരാനെന്നുള്ള രീതിയിലാണ്. അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണമെന്നാണ് ഒന്നാമത്തെ ആഗ്രഹം. പക്ഷേ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം, ശുദ്ധമായ ജലം, വായു, മണ്ണ്, ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുതുവലിയിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറികളിൽ ഒന്നാണ് ഈ ഐസ് ഫാക്ടറി. അതിൻ്റെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ സംശയപ്പെടാൻ കാരണം ഒരിക്കലും പറ്റാത്ത, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ തുടക്കത്തിന് തന്നെ ഒരു ശരിയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതൊരു തണ്ണീർത്തടമാണ്. ഈ പ്രദേശത്തെ 2 മലകൾക്കിടയിലുള്ള ഒരു തണ്ണീർത്തടമാണ്. അതാണ് ഇങ്ങനെ ഒരു വ്യവസായത്തിന്, ഒരു ഫാക്ടറിക്ക് ഇപ്പോൾ അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ജലചൂഷണം ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരു ചരിത്രത്തിൽ ആദ്യമായി ഇവരുടെ ഇതിനോട് ചേർന്ന് താമസിക്കുന്ന കിണറുകളെല്ലാം വറ്റിയിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു കേട്ടല്ലോ, പുക അല്ലേ, ശ്വാസം മുട്ടലുണ്ടാകുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം ആരോഗ്യവകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, ആശങ്ക അകറ്റേണ്ടതാണ് എന്നുള്ളതാണ് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തന നിലയിൽ പറയാനുള്ളത്. ഒപ്പം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ പിന്തുണയും കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് നിലയിൽ ഞാൻ അവർക്ക് നൽകുകയാണ്. ഭാവിയിൽ അത് ഉറപ്പു തരികയാണ്. ആവർത്തിച്ച് പറയുന്നതായിട്ട് കരുതിയാൽ മതി. കാരണം ഈ സ്ഥാപനത്തിനെതിരല്ല ഈ സമരം,
സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സാധാരണ മനുഷ്യർ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ മതജാതി വർഗീയതയ്ക്കൊക്കെ അപ്പുറമായിട്ട് മനുഷ്യർ അവരെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് ഇതൊരു തുടക്കമാണെന്നാണ് അവർ പറഞ്ഞത്. ഇതിന്റെ വിജയം കാണുന്നവരെയും പോകും. നമുക്ക് ജലചൂഷണത്തിന്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. പ്ലാച്ചിമല ഒരു പഞ്ചായത്ത് മുഴുവൻ കൊക്കക്കോള കമ്പനി ഒരു ഭാഗത്ത് മാത്രം വെള്ളം ഊറ്റിയപ്പോൾ ആ പ്രദേശം മുഴുവൻ വരണ്ടുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇത്തിരി വെള്ളമെടുത്താൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വെള്ളമെടുത്താൽ 3-4 കിലോമീറ്ററിലുള്ള പ്രദേശങ്ങളിലെ ജലം അധികം വൈകാതെ തന്നെ നഷ്ടമാകും. അപ്പോൾ അതിനൊക്കെ ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം ഈ സമരത്തിന് എല്ലാ പിന്തുണയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഈ ഫാക്ടറിയുടെ നമ്മുടെ വസ്തുവിൻ്റെ അതിരിലായിട്ടാണ് ഈ ഫാക്ടറി. ഈ ഫാക്ടറി ഇവിടെ 10-25 വർഷം ആയി തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു പരാതിക്കും പോയിട്ടില്ല. നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ഇതുമില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് എല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. ജലം കിട്ടുന്നില്ല, ഭയങ്കര സ്മെല്ല്, കൊതുക്, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കപ്പെട്ട് തരണം. ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് ഇവിടെ ജീവിക്കുന്നവരല്ലയോ. ഞങ്ങൾ തൊട്ട് അടുത്ത് താമസിക്കുന്നവരാ, ദൂരെ ഉള്ളവരല്ല. ഇപ്പോ പുതുവൽ പത്തനാപുരം അടൂർ പ്രധാന പാതയ്ക്ക് അരികിലായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു ഐസ്ക്രീം ഫാക്ടറിയാണ്. ഈ ഐസ്ക്രീം ഫാക്ടറി ഒരു തൊഴിൽ നൽകുന്ന, പ്രദേശത്തെ കുറച്ച് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ആ ഐസ്ക്രീം ഫാക്ടറിയെ വിമർശിക്കുന്നില്ല, ആക്ഷേപം ഉന്നയിക്കുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കിണറ്റിലെ വെള്ളം അനിയന്ത്രിതമായി വറ്റിക്കൊണ്ടിരിക്കുന്നു. ഭൂഗർഭജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ മാലിന്യം കുന്നുകൂടിയിട്ട് ഇവിടെ വലിയ ദുർഗന്ധവും അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യവും വർദ്ധിച്ചു വരുന്നു. ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ ഐസ്ക്രീം ഫാക്ടറിക്ക് സമീപത്തുള്ള ആളുകൾ നേരിടുന്നത്. ഇവിടെ ഇപ്പം ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പിന്തുണ അവർക്ക് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമേ നമ്മുടെ സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി, സ്വതന്ത്രമായി ജീവിക്കുവാൻ വേണ്ടി, നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി, മാലിന്യം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടി, ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടി, സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടി, പൗരന്റെ മൗലികമായ അവകാശമാണ് ശുദ്ധവായു, ശുദ്ധജലം എന്നൊക്കെ പറയുന്നത്. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത വലിയ ദുര്യോഗം, വലിയ ദുരന്തം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. അവർക്ക് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ, ജനപക്ഷ സമീപനം സ്വീകരിക്കുന്ന പൊതുപ്രവർത്തകർ, മനുഷ്യ സ്നേഹികൾ പിന്തുണ നൽകണം എന്നുള്ളതാണ് എനിക്ക് ഈ ദിനത്തിൽ മാന്യ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുവാനും അറിയിക്കുവാനും ഉള്ളത്. അപ്പോൾ പുതുവൽ ജംഗ്ഷന് സമീപമുള്ള ഈ ഐസ്ക്രീം ഫാക്ടറി ഞാൻ പറഞ്ഞതുപോലെ 4 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ബഹുമാനിക്കപ്പെടുമ്പോഴും ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത, ഇവിടുന്ന് പലായനം ചെയ്യണം എന്നുള്ള, ഇവിടുത്തെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കാരണം ഇവിടം വിട്ടു പോകണമോ? ഇവിടെ ജനിച്ചു വളർന്നവർ ഇവിടം വിട്ടു പോകണമോ? ഇവിടെ ജീവിക്കണ്ട എന്നുള്ളതാണോ ഈ ഐസ്ക്രീം ഫാക്ടറിയുടെ മാനേജ്മെന്റ് ചോദിക്കുന്നത്? ഇവിടുത്തെ മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ വീടിന്റെ പരിസരത്തായിരുന്നു, നിങ്ങളുടെ വീടിന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ
ഇതുപോലെ ഉള്ള പാരിസ്ഥിതികമായ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തായിരുന്നു ചെയ്യുമായിരുന്നത്? അത് തന്നെയാണ് പ്രദേശവാസികളായ ഈ നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്, ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭമാണ്, ഇത് ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ്, ഇത് ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ്. ഈ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ സ്ഥാപനം നിലനിന്നു പോകണമെന്നുള്ള ആഗ്രഹവും അതോടൊപ്പം ഞങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. അനിൽ സാർ, ബഹുമാന്യനായ അനിൽ സാർ പരിസ്ഥിതി പ്രവർത്തകനാണ്, മാതൃകാ അധ്യാപകൻ എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയ ഒരു പ്രധാന അധ്യാപകനായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് എന്താണ്? ഈ സ്ഥാപനം നിലനിന്നു പോകണം, അതോടൊപ്പം തന്നെ ചുറ്റുപാടും ജീവിക്കുന്നവരും നിലനിന്നു പോകണം എന്നാണ്. ആ ആവശ്യം മാത്രമാണ് ഈ വാർത്തയിലൂടെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഉയർത്തുന്നത്. ഇവിടെ ജീവിക്കുവാനുള്ള, ഈ സ്ഥാപനം നടത്തുവാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് ചുറ്റും താമസിക്കുന്നവരുടെ ജീവിതം ജീവിക്കുവാനുള്ള, ഈ സ്ഥാപനത്തിന് അടുത്ത് താമസിക്കുന്നവരുടെ ജീവിക്കുവാനുള്ള അവകാശത്തെ കൂടി സംരക്ഷിക്കപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്ന് നടക്കാൻ പോകുന്ന ഈ രീതിയിലാണ് ഈ ഐസ്ക്രീം ഫാക്ടറി, പുതുവല്ല ഈ ഐസ്ക്രീം ഫാക്ടറി മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായും ഇതിലും വലിയ പ്രക്ഷോഭത്തെ, ഇതിലും വലിയ ജനകീയ പ്രതിരോധത്തെ, ജനകീയ പ്രക്ഷോഭത്തെ ഈ ഐസ്ക്രീം ഫാക്ടറിയുടെ മാനേജ്മെന്റിന് നേരിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കഥ എൻ്റെ സഹോദരി പറഞ്ഞു. ഒരിക്കലും വറ്റാത്ത കിണറുകൾ വറ്റുന്നതിനെ പറ്റി ഈ നാട്ടിലെ ഒരു ചേച്ചി പങ്കുവച്ചു. രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത വിധമുള്ള ദുർഗന്ധം വീട്ടിലേക്ക് അടിച്ചു കയറുന്നതിനെ പറ്റി പറഞ്ഞു. കിണറുകളിലെ വെള്ളത്തിൽ വലിയ തോതിലുള്ള കോളിഫോം ബാക്ടീരിയയുടെ അംശം വർദ്ധിച്ചതിനെ പറ്റി പറയുന്നു. അപ്പൊ ഇതൊക്കെ ഏതോ നാട്ടിൽ എവിടെയോ ജീവിക്കുന്നവരുടെ ഒരു പ്രശ്നമായി കാണുന്നവർക്ക് ഇത് പ്രശ്നമല്ല. എന്നാൽ ഇത് നമ്മുടെ സഹോദരങ്ങളാണവർ, ഇത് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ തന്നെയാണ്, ഈ വാർത്ത കാണുന്ന ആളുകൾ വിചാരിക്കുക ഇത് നമ്മൾ തന്നെയാണ് ഈ പ്രശ്നം അനുഭവിക്കുന്നത്, ഈ ദുരന്തം അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തേണ്ടി വന്നത് അതീവ വേദനയോടെയാണ് പങ്കുവയ്ക്കുന്നത്. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ അവകാശങ്ങൾക്ക് ഇവിടുത്തെ ഉത്തമ താല്പര്യമുള്ള, വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നവർ, ജനങ്ങളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന പൊതുപ്രവർത്തകർ, ജനങ്ങളുടെ ആവലാതികൾ കണ്ടാൽ അതിന് വില കൽപ്പിക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ, ആവലാതികൾ, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണുനീര്, അതിന് പിന്തുണ നൽകുന്നവർ, അത് മനുഷ്യവായ്പോടെ, ദയാവായ്പോടെ ഇവരുടെ അവകാശത്തെ നോക്കിക്കാണുന്ന ഇവിടുത്തെ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കും എന്ന് കരുതുന്നു. എന്തു തന്നെയായാലും ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, ഈ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഈ പ്രക്ഷോഭത്തിന് എല്ലാവിധമായ പിന്തുണകളും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.